ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വണ്ടർ ടച്ച് മീഡിയ. ഇറ്റ്സ് മീ കിച്ചു. അപ്പോൾ ഈ ബോട്ടിലൊക്കെ ആയിട്ട് വന്നേക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് പെയിൻ്റ് ആണ്. ഗ്ലാസ് പെയിൻറ്റ് ഞാൻ ഡയറക്റ്റ് ഒരു കുപ്പിയിലോട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തിട്ട് അത് നോക്കി ഒരു മാർക്കർ പെൻ വെച്ച് കുപ്പിയിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ഒക്കെ എടുക്കാം കേട്ടോ, കോപ്പി പേപ്പർ വെച്ചോ അങ്ങനെ ട്രേസ് എടുക്കാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഔട്ട്ലൈനർ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ ഔട്ട്ലൈനറാണ് എടുക്കുന്നത്. പല കളറിലെ ഔട്ട്ലൈനർ അവൈലബിൾ ആണ്, ഗോൾഡനും സിൽവറും ഒക്കെ കിട്ടും. ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു പടം വരയ്ക്കുമ്പോൾ അതിനകത്ത് ഔട്ട്ലൈൻ ഇല്ലാതെ വരയ്ക്കുമ്പോൾ ഉള്ളൊരു തൃപ്തിക്കുറവുണ്ടല്ലോ, എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഔട്ട്ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ അതിനൊരു കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാനിവിടെ ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നത്. അതുമല്ല, നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ഡയറക്റ്റ് കുപ്പിയിലോട്ട് അടിക്കുന്നത് കൊണ്ട് അത് ഒഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കട്ടിക്കാണ് കേട്ടോ ഈ ഔട്ട്ലൈനർ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്ലൈനർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ അത് അവിടെ അങ്ങനെ തന്നെ വിട്ടേക്കുക. ഉണങ്ങിയ ശേഷം അത് നന്നായിട്ട് പറിച്ചെടുത്താൽ പെട്ടെന്ന് പോരും. അപ്പോൾ നല്ല രീതിയിൽ അവിടെ നിന്ന് റിമൂവ് ആവും. നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പ് അത് മായ്ക്കാൻ പോയാൽ അവിടെ മുഴുവൻ സ്പ്രെഡായി കുളവാകും കേട്ടോ. അപ്പോൾ ഉണങ്ങിയ ശേഷം മാത്രമേ ബാക്കി എന്തും ചെയ്യാവുള്ളൂ. കളറ് ആഡ് ചെയ്യുന്നതും ഉണങ്ങിയ ശേഷം മാത്രമാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ബോട്ടിൽ അങ്ങനെ തന്നെ കളർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് കളർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോട്ടിൽ നല്ലോണം ഉണങ്ങിയ ശേഷം മാത്രമേ നിവർത്താവുള്ളൂ, ഇല്ലെങ്കിൽ കളർ മുഴുവൻ എല്ലാം കൂടെ മിക്സായി കുളമായി പോവും. അതുപോലെ തന്നെ നമ്മൾ കളറ് ഇതിനകത്തോട്ട് ഇടുന്ന സമയത്ത് ബബിൾസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ അത്രയും സ്ഥലം വേക്കൻ്റായി പോവും. അപ്പോൾ അവിടെ കളർ ആവാതെ വേറൊരു ഫിനിഷിങ് കിട്ടാതെ ആയിട്ട് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബിലോ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കമൻറ്റ് ബിലോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.